അരുൺ സാറേ, നിങ്ങൾ ഇത്ര നാൾ ഉപയോഗിച്ചില്ല ഏത് പവർ സപ്ലൈ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സൺഷൈൻ്റെ പവർ സപ്ലൈകളാണ്. ഞാൻ ഉപയോഗിക്കുന്നത് P3500 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ തന്നെ P2 Pro പറഞ്ഞിട്ടുള്ള പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊരു ലെവൽ 4 ടെക്നീഷ്യൻ നിലയിൽ ഏത് ഹോട്ടൽ ഗണ്ണാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് തോന്നിയിട്ടുള്ളത് ക്യുക്കിൻ്റെ 861DW എന്ന് വാട്ടർ ഗണ്ണാണ്. അതാകുമ്പോൾ എയറും ഹീറ്റും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും സാർ, നിങ്ങൾ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന പ്രീഹീറ്റർ ഏതാ? നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന WL-ന്റെ പ്രീഹീറ്റർ ആണ്. കാരണം അതിൽ പെട്ടെന്ന് ഹീറ്റായി കിട്ടാനും അതേപോലെ തന്നെ പെട്ടെന്ന് കൂളാവാനും ഉള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉപയോഗിക്കണം ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഏത് ബ്രാൻഡിന്റെ സീഫിൾ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഞാൻ ഉപയോഗിക്കുന്നത് HTയുടെ ആണ്. ഗം കട്ട് ചെയ്യാനും CP വെക്കാനൊക്കെ വളരെ സ്മൂത്താണ്. ഏത് ബ്രാൻഡിന്റെ മൈക്രോസ്കോപ്പ് ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഞാൻ യൂസ് ചെയ്യുന്നത് സോഫ്റ്റോപ്പിന്റെ 9H മൈക്രോസ്കോപ്പ് ആണ്. മുന്നേ പറയാം, ബോർഡ് മാസ്ക് ആയാലും IC മാസ്ക് ആയാലും ഏത് ബ്രാൻഡിന്റെ UV ഗമ്മാണ് ഉപയോഗിക്കുന്നത്? ഞാൻ 2L ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ UV മാസ്ക് ചെയ്തതിനു ശേഷം UV ലൈറ്റ് ഉപയോഗിക്കുന്നത് YCSന്റെ ബ്രാൻഡാണ്. ശരി, നല്ലൊരു സോൾഡറിംഗ് ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ബ്രാൻഡിന്റെ സോൾഡറിംഗ് ആണ് ചൂസ് ചെയ്യാം? ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബീട്രൻഡിന്റെ BT-S210 എന്നുള്ളൊരു മോഡലാണ്. അത് ജമ്പറിങ്ങിനും ബോർഡ് ക്ലീൻ ചെയ്യാനൊക്കെ സ്മൂത്താണ്. മുർഷി സാർ, നിങ്ങൾ ഇത്ര നാൾ DS ഉപയോഗിച്ചില്ല ഏത് ബ്രാൻഡിന്റെ DS ആണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഇവിടെ രണ്ട് ടൈപ്പ് DS ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് യൂണിറ്റിന്റെ UTD 2102 എന്ന് പറയുന്ന മോഡലും അതേപോലെ തന്നെ റിഗോൾഡ് DS1104 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടും 100 മെഗാഹെർട്സ് 1 GHz തന്നെയാണ്. പക്ഷേ ഇതിൽ ഡീകോഡിംഗ് പോസിബിൾ ആണ്. റിഗോൾഡിന്റെ ഈ ഒരു മോഡലിൽ ഡീകോഡിംഗ് പോസിബിൾ ആണ്. യൂണിറ്റിന്റെ മോഡലിൽ ഡീകോഡിംഗ് പോസിബിൾ അല്ല. അപ്പോൾ റിഗോൾഡാണ് ഇപ്പോൾ ഇതിന് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്.